ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാം സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്നില്ലേ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് ഒരു ഓർഗനൈസിങ് വ്ളോഗാണ് കേട്ടോ. അതായത് ഞാൻ എങ്ങനെയാണ് എൻ്റെ ആർട്ടിഫിഷ്യൽ ഓർണമെൻറ്റ്സ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ഓർഗനൈസ് ചെയ്യുന്നു, എങ്ങനെയാണ് അത് എനിക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ. എനിക്കിത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാര്യം ഇത് മാനേജ് ചെയ്യാൻ വളരെ ഈസിയാണ്. കാര്യം എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ധൃതി പിടിച്ച് ഡ്രസ്സ് ചെയ്യാനായിട്ടൊക്കെ ബുദ്ധിമുട്ടാണ് നമുക്ക്, അല്ലേ? എല്ലാം എടുത്ത് വയ്ക്കണം. അപ്പോൾ നമുക്ക് എന്താണ് നമ്മൾ വേറെ ചെയ്യുന്നു എന്ന് നമ്മൾ നേരത്തെ തീരുമാനിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് വയ്ക്കാം, അല്ലയോ? ഡ്രസ്സിന് യോജ്യമായിട്ടുള്ളത് ഏതെടുക്കണം, എന്ത് വേറെ ചെയ്യണം എന്നതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ബോധവതിയായി കഴിഞ്ഞാൽ നമുക്ക് ഈസിയറാണല്ലേ. അപ്പോൾ ഈസിയർ എങ്ങനെ ആക്കാം നമ്മളെ ലൈഫ്, നമുക്കിതൊക്കെ സ്റ്റോർ ചെയ്യാൻ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വ്ളോഗാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ആൻഡ് ഓൾസോ വാച്ച് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നമുക്ക് ആ വ്ളോഗിലോട്ട് കിടക്കാം. വന്നു. ഇത് എൻ്റെ ഡ്രസ്സിങ് ടേബിളിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ താഴത്തെ ഒരു ചെറിയ കബഡ് പോലെ തോന്നിക്കും. ഇതിലാണ് ഞാൻ എൻ്റെ ഓർണമെൻറ്റ്സ് സ്റ്റോർ ചെയ്തത്. ഇതൊരു ചെറിയ പുൾ ഔട്ട് ഡ്രോയാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് പുൾ ഔട്ട് ചെയ്യാം. അപ്പോൾ കൂടുതലും സ്റ്റോൺസ് അല്ലേ, നാച്ചുറൽ സ്റ്റോൺസ് ആണ് കൂടുതലും ഉള്ളത്. അത് വാല്യുബിൾ ആയിട്ടുള്ള സ്റ്റോൺസ് ആണ്, ആർട്ടിഫിഷ്യൽ അല്ല കൂടുതൽ ഇതിലുള്ളത്. അപ്പോൾ ഇങ്ങനെ ഞാൻ സ്റ്റോർ ചെയ്യാറുണ്ട്. ഇത് ആർട്ടിഫിഷ്യലാണ് കേട്ടോ. ഇതൊക്കെ ആർട്ടിഫിഷ്യലാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇങ്ങനെ ചെറിയൊരു ഇതിലിട്ട് വെച്ചേക്കും. അപ്പോൾ എനിക്ക് ഈസിയറാണ്. ഡ്രസ്സിനോടൊപ്പം തന്നെ തലേ ദിവസം ഞാൻ എല്ലാം എടുത്ത് വയ്ക്കും. അതുപോലെ തന്നെ ഈ ഒരു ഇത് പുള്ളൗട്ട്, ഇതിൽ ഞാൻ ഇങ്ങനെയുള്ള എല്ലാ ഓർണമെൻറ്റ്സും വെച്ചിട്ടുണ്ട്. ഈസിയാണ് നമുക്ക് എടുക്കാൻ. മാച്ചിങ്ങിന് തലേ ദിവസം തന്നെ എടുത്തു വയ്ക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെയാണ് എൻ്റെ കമ്മലെല്ലാം ഞാൻ സ്റ്റോർ ചെയ്തേക്കുന്നത്. ഈ ഒരു കണ്ടെയ്നറിലാണ് എൻ്റെ കമ്മലിരിക്കുന്നത്. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവർ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇങ്ങനെ ഇട്ട് വയ്ക്കുമ്പോൾ ഞാൻ 2 പെയർ ഒരു കവറിലിട്ട് വയ്ക്കും ഇതുപോലെ. അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഈസിയാണ്. 2 പെയർ ഇട്ട് വയ്ക്കുമ്പോൾ ഇത് എടുത്ത് പെട്ടെന്ന് നോക്കി എടുക്കാനും എനിക്ക് പെട്ടെന്ന് കഴിയും. അതുപോലെ തന്നെ തിരിച്ച് ഞാൻ ഈ കവറിൽ അങ്ങ് തിരിച്ച് വയ്ക്കുമ്പോൾ എനിക്ക് എളുപ്പമാകും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ആർട്ടിഫിഷ്യൽ ജ്വല്ലറി, ആർട്ടിഫിഷ്യൽ എന്ന് വെച്ചാൽ എല്ലാം വില കുറഞ്ഞ ജ്വല്ലറീസ് അല്ല, ആ ഷോപ്പിൽ നിന്ന് തന്നെ കിട്ടുന്ന കണ്ടെയ്നറാണ് ഇത് കേട്ടോ. അവരിട്ട് തരുന്നതാണ്. അപ്പം ഞാൻ ചിലതെല്ലാം അതിൽ തന്നെ ഇട്ട് വയ്ക്കും. കാര്യം സ്പേസ് ഇല്ലെങ്കിൽ അതിൽ സ്റ്റോർ ചെയ്യുന്ന പതിവുണ്ട് എനിക്ക്. പിന്നെ ഈ ബോട്ടം സ്ഥലത്ത് ചില ബോക്സുകൾ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ബോക്സ് എന്ന് വെച്ചാൽ ഓർണമെൻറ്റ്സ് വരുന്ന ബോക്സുകൾ തന്നെയാണ്. ഇതൊക്കെ ഇങ്ങനെ ഇട്ട് അതിൽ തന്നെ ഞാൻ വെച്ചേക്കുവാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള ബോക്സിൽ വെച്ച് കഴിഞ്ഞാൽ അതവിടെ തന്നെ ഇരിക്കും. ഇതൊക്കെ ഒരുപാട് വർഷത്തെ കളക്ഷൻസാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാനിങ്ങനെ വെക്കുന്നത് കൊണ്ട് ഇതെല്ലാം ബ്രാൻഡ് ന്യൂ ആയിട്ട് തന്നെ ഇരിക്കും. നമുക്കിത് ദീർഘനാൾ യൂസ് ചെയ്യുകയും ചെയ്യാം. ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് വൈപ്പ് ചെയ്ത് വെക്കാനും നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് നാൾ നമുക്കത് യൂസ് ചെയ്യാം. കാര്യം ഗോൾഡൊന്നും ഇപ്പോൾ ആരും തന്നെ യൂസ് ചെയ്യാറില്ല. അത് യോജിച്ച് ഇടാൻ പറ്റുന്ന ആഭരണങ്ങൾ നല്ലത് വാങ്ങി സൂക്ഷിച്ചാൽ അത് കെയർഫുള്ളായിട്ട് അത് കെയർ ചെയ്ത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദീർഘനാൾ യൂസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ഫ്രണ്ട്സ്.